നമ്മളിന്ന് കണ്ണൂർക്കാണ് പോണത്. എന്തിനാ പോണേന്ന് വെച്ചാൽ അമ്പല ദർശനം, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ അതിരാവിലെ ഈ പോക്ക് പോണതിൻ്റെ പ്രധാന ലക്ഷ്യം വന്ദേ ഭാരത് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. സ്റ്റേഷനിലൊക്കെ ഞങ്ങൾ നേരത്തെ എത്തി, പക്ഷേ ട്രെയിൻ 8:30 സ്റ്റേഷനിൽ വരുള്ളൂ. പിന്നെ എന്തിനാ ഇത്ര കാലത്ത് തന്നെ കുറ്റിയും പറിച്ച് വന്നതെന്ന് വെച്ചാൽ ഈ രണ്ടുപേരും ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെതായ എക്സൈറ്റ്മെൻറ്റ് അവർക്ക് ഉണ്ടാവുമല്ലോ. ചില സാങ്കേതിക കാരണങ്ങളാൽ ചേട്ടന് ഞങ്ങളുടെ ഒപ്പം വരാൻ പറ്റിയില്ല. ആ വിഷമം കൊണ്ടാന്ന് തോന്നുന്നു ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ ട്രെയിൻ പോകുന്നവരെ അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് വന്ദേ ഭാരതിൻ്റെ ഉൾവശം. ഞങ്ങൾ E2 ബോഗിയിലായിരുന്നത്. E2 എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പത്രാസിനൊന്നും ഒരു കുറവോടെ ഞങ്ങൾ വരുത്തിയിട്ടില്ല. പാലക്കാട് പോയ യാത്രയിൽ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയ ഭാരതപ്പുഴ, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നു. അടങ്ങിയിരിക്കാൻ നല്ലോണം അറിയണ എൻ്റെ കുട്ടികളായതുകൊണ്ടായിരിക്കാം യാത്രക്കാർക്ക് യാതൊരു ശല്യം അവരുണ്ടാക്കിയിട്ടേ ഇല്ല. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഞങ്ങൾ കണ്ണൂരെത്തി. കണ്ണൂരിൽ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ഒരു ഡ്രൈവർ ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടനാണ് പിന്നെ ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ, ഗ്രാൻഡ് പാരസിനി. അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്, സർവീസൊക്കെ നല്ലതാണ്. പറശ്ശിനിക്കടവിൽ നിന്ന് നടക്കാനുള്ള ദൂരമേ ഇങ്ങോട്ടുള്ളൂ, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിതെടുത്തത്. റൂമിലെത്തി ഫ്രഷ് ആയിട്ടാണ് ഞങ്ങൾ അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്തത്. എന്തൊക്കെ തമ്മിത്തല്ലും വഴക്കും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ തിരക്കിനിടയിലും അവരവരുടെ ലോകം കണ്ടെത്തി. വന്ന ദിവസത്തിൻ്റെ അവസാനം നമ്മൾ വന്നെത്തിയേക്കുന്നത് ശ്രീ മുത്തപ്പൻ്റെ മുൻപിലാണ്. ഇവിടെ മുത്തപ്പൻ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ചേർന്നുള്ള രൂപത്തിലാണ് കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം. കേട്ട നേരം തമ്പൂരാൻ മെല്ലെ നോക്കേ, ആരില്ലെന്നു തരം ബാക്കിയായി. ഞങ്ങൾ 2 ദിവസമാണ് കണ്ണൂരുണ്ടാകുന്നത്. അതിൻ്റെ മോർണിംഗ് വന്ന് ഞങ്ങൾ കണ്ട സ്ഥലമാണിത്. ഈ അമ്പലത്തിൻ്റെ പേരാണ് പെരളശ്ശേരി. ഇതാണ് ഗൈസ് പ്രസിദ്ധമായ അറക്കൽ മ്യൂസിയം. നമുക്കിനി അറക്കൽ മ്യൂസിയം ഒന്ന് കണ്ടിട്ട് വരാം.